ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ ഹെയർ ഡ്രയറും നമ്മുടെ വാഷിംഗ് മെഷീനും വെച്ചുള്ളൊരു സംഭവമാണ്. സംഭവം തന്നെയാൽ ഒന്നുമില്ല, നമ്മുടെ ഒരു ചെറിയൊരു സംഭവമാണ്. ഈ നമ്മുടെ തുണി ഉണങ്ങാനുള്ളൊരു എക്സ്പെരിമെൻ്റ്. നമ്മൾ ഇതിൽ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഡ്രയറിലിട്ടു. നമ്മളിത് ഉണക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ കാറ്റടിക്കണം, അല്ലെങ്കിൽ വെയിൽ കൊള്ളണം. ഈ മഴക്കാലത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഹെയർ ഡ്രൈ നടുക്ക് സൈഡ് നമ്മൾ അത് തോളയിടും. അപ്പോൾ ഹെയർ ഡ്രൈ കയറ്റി വെച്ച് നമ്മൾ അത് ചൂടാവും. അപ്പോൾ അത് കറങ്ങി ചൂടായി മീറ്റർ പിന്നെ ഒറ്റ സെക്കൻഡ് ഇട്ടാൽ മതി, അത് ഉണങ്ങിക്കോളും. അപ്പോൾ നമ്മളിതിങ്ങനെ ട്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്ന് ഹീറ്ററൊന്ന് പിടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നടുക്കത്തെ നമ്മളത് നമ്മൾ ഈ തുളച്ചാൽ മതി. അങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ നിൽക്കാൻ വേണം. നമ്മൾ പിന്നെ അത് നടുക്കത്തെ തുളച്ചിട്ട് കയറ്റി വെച്ചാൽ മതി. പിന്നെ അത് നമ്മൾ തുളക്കിക്ക് സൂക്ഷിക്കണമെങ്കിൽ കയറ്റി നല്ല ചേഞ്ച് വെച്ചാൽ പിന്നെ നമ്മളിത് സൂക്ഷിക്കണം. കൈ പോയാൽ നല്ല പണിയായി. ഇത് നമ്മളിത് കയറ്റി വെച്ചിട്ട് ഉടക്കിയാൽ മതി. കാട് ഇങ്ങനെ കയറ്റി വെച്ച് ഉടക്കിയാൽ മതി. അപ്പോൾ നമ്മളിതിങ്ങനെ ജസ്റ്റ് സൈഡിൽ നിന്ന് പിടിച്ചു കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ട് നമ്മളിതിങ്ങനെ ഇടിയണേ. നമ്മളിത് മേളിൽ ഡോർ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സൈഡിൽ നിന്ന് പിടിച്ചു കൊടുത്താൽ വേണ്ട. ഈ ഡോർ ഫുൾ ഓപ്പൺ ആയാൽ അത് നിന്ന് പോകും. അപ്പോൾ അതിലൊരു ലിമിറ്റ് സ്വിച്ച് ഉള്ളതുകൊണ്ടേ അത് നമ്മൾ കണ്ടോ സൈഡിൽ പയ്യെ കുറച്ച് തുറന്നാൽ മതി. ഡോർ കുറച്ച് തുറന്നിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് പിടിച്ചു കൊടുത്താൽ മതി. ഇതിങ്ങനെ പിടിച്ചു വെച്ചാൽ മതി. നമ്മളത് അതിനകത്ത് നമ്മളിങ്ങനെ സ്വിച്ച് ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിരിക്കുക. അടിക്കും അടിക്കുന്ന കഷ്ണം പോലെ ഉണ്ട്. അതങ്ങനെ കൊണ്ട് അത് ഓടാവോ ഓഫാവും. അപ്പം അത് ഹെയർ ഡ്രൈ ഇങ്ങനെ പിടിച്ച് വെച്ചാൽ മതി. ഇങ്ങനെ സൈഡിൽ ഇരുന്നോളൂ. സൈഡിലിരുന്ന് നമ്മൾ പയ്യെ അടച്ചു വെച്ചാൽ കണ്ട ഓണാക്കി വെച്ചാൽ മതി. സൈഡിൽ വെച്ചാൽ മതി. ഒരു 10-20 മിനിറ്റ് നമ്മൾ ഈ ചൂട് കാറ്റ് കൊണ്ട് വെച്ച സംഗതി തുണി ഓക്കെ ആവും. അപ്പടി മഴയായിട്ട് അപ്പടി ഇവിടെ തുണി കഴിയിടുവാൻ പെട്ടെന്ന് മഴ വന്ന് ഉണക്കാൻ പറ്റില്ലല്ലോ. കസേരയിൽ ഇവിടെ അകത്ത് അഴയിലിടുന്നുണ്ട്. നമ്മളിത് ഇങ്ങനത്തെ ഈ ഹെയർ ഡ്രയറല്ല, ഡ്രസ്സ് ഡ്രയർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. വാഷിംഗ് മെഷീൻ പോലെ തന്നെ ഡ്രയറായിട്ട് നമ്മൾ പ്രത്യേകം വരുന്നുണ്ട് യൂണിറ്റ്. അതിന് നല്ല പൈസയാവും. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് പൈസയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. നമ്മളിതിങ്ങനെ വേറെ ഇതിനായിട്ട് ഇപ്പോൾ വീട്ടിലുള്ള സാധനങ്ങളല്ലേ, വാഷിംഗ് മെഷീനും ഉണ്ട്, ഹെയർ ഡ്രയറും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ സൈഡിൽ വെച്ച് കൊടുത്താൽ ഞങ്ങൾ ഇതിങ്ങനെ മേളിൽ റൗണ്ട് കട്ട് ചെയ്യണം. റൗണ്ട് കട്ട് ചെയ്തിട്ട് നമ്മളിതിന് മേളിൽ നിന്ന് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഓണാക്കിയിട്ട് ചൂട് കാറ്റ് ചെന്നാൽ മതി ഇതിൻ്റെ അകത്തെ ഡ്രയറിൻ്റെ അകത്തെ. അത്രയുള്ള സംഭവം. അപ്പോൾ നമ്മൾ തുളച്ച് വെച്ചിട്ട് പിന്നെ ഒരു ഡോർ തുറക്കാൻ പോലെ ആ സാധനമൊക്കെ എന്താ നമ്മൾ അത് തുറന്ന് വെക്കുവാണെങ്കിൽ വല്ല അഴുക്കായിട്ട് ഇത് കേടായി പോകും. അത് ഇടയ്ക്കുള്ള തുരുമ്പ് പിടിച്ചത് പൊടി കയറാതിരിക്കും, സ്റ്റക്കായിരിക്കും. അപ്പോൾ അത് തിരിച്ചടിച്ച് വെക്കണം. പിന്നെ അത് ഇടയ്ക്ക് അത് ചെറിയ ഡോർ പോലെ സെറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സൈഡിൽ വെച്ചാലും മതി. നിങ്ങളിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നമ്മളിങ്ങനെ അപ്പോൾ ഇത് സ്ക്രൂ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ബെല്ല് പിടിച്ച് കഴിക്കാൻ മതി. അപ്പോൾ അതേ വേള തുളച്ചിട്ട് പിന്നെ അതിങ്ങനെ അടിച്ചു വെച്ചാൽ മതി. അതിൻ്റെ ഫിറ്റ് അവിടെ അടിച്ചു വെച്ചാൽ മതി. വലിയ വെച്ചാൽ ലൂസായി അങ്ങോട്ട് അടങ്ങി അടുങ്ങിയിട്ട് താഴോട്ട് പോകും. സംഗതി തുണി ഉണങ്ങിയിട്ടുണ്ടോ? നല്ല ചൂടാണ്. അതിൻ്റെ അകത്ത് നല്ല ചൂടായിരുന്നു. നല്ല ചൂടാണ്. നല്ല ഇതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് കാറ്റടിച്ചാൽ മതി. കാറ്റടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത് തേച്ചാലും മതിയല്ലോ. തേച്ച് കഴിഞ്ഞാൽ സംഗതി ഫുൾ ഇതായി. ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും. നിങ്ങൾ ഈ വീട്ടിൽ ചെറിയ വലിയ ആണെങ്കിൽ അതിൻ്റെ കയറ്റി നോക്കണം. അത് വര നോക്കിയിട്ട് സെറ്റാക്കി നോക്കാം. അപ്പം നമ്മൾ ബൈ.